വിവാഹം നടത്തുന്നതിൽ വരലക്ഷ്മിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ മീരയ്ക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ഭയമാണ്. അർജുനായിരുന്നെങ്കിൽ ഈ പേടിയുടെ ആവശ്യം പോലും ഇല്ലായിരുന്നു. ചെറുപ്പം മുതൽ അറിയാവുന്നതാണ് അവന്. അതുപോലെ തന്നെ അരുണിമയുടെ അടുത്തേക്ക് ധൈര്യമായി ദിയെ അയക്കാമായിരുന്നു. ഇനി ഓർത്തിട്ട് കാര്യമില്ല, മധുവായിട്ട് തന്നെ എല്ലാം തുലച്ചില്ലേ എന്നോർത്തുകൊണ്ട് വരലക്ഷ്മി ദീർഘമായി നിശ്വസിച്ചു. കൃതി, പുറത്ത് ആരോ വന്നിട്ടുണ്ട്, ആരാന്ന് പോയി നോക്ക്. കിച്ചണിലായിരുന്ന അരുണിമ സ്ലാബിൽ കയറിയിരിക്കുന്ന കൃതിയോടായി പറഞ്ഞു. അപ്പോഴേക്കും രണ്ടാം വട്ടവും കോളിംഗ് ബെല്ലും മുഴങ്ങിയിരുന്നു. ഇതാരാണെന്ന് ഓർത്തുകൊണ്ട് അവൾ സ്ലാബിൽ നിന്ന് ചാടിയിറങ്ങി ഹാളിലേക്ക് നടന്നു. ചേർത്ത് 3-4 വട്ടം കൂടി കോളിംഗ് ബെല്ലും മുഴങ്ങി. ഇതാർക്കാ ഇത്ര വെപ്രാളം എന്നോർത്തുകൊണ്ട് അവൾ വേഗം പോയി ഡോറ് തുറന്നു. പുറത്തു നിൽക്കുന്ന സ്ത്രീയെ കണ്ട് അവൾ ചുണ്ടൊന്ന് കൂട്ടി. ഓ, താനായിരുന്നു, എന്താണാവോ? അവൾ ഇടുപ്പിൽ കൈകുത്തി വാതിലേയും മറിഞ്ഞുകൊണ്ട് അവന് മുന്നിൽ നിന്ന് തിരക്കി. രാജസാറില്ലേ? അവൻ വിനയത്തോടെ തിരക്കി. ഇത്ര വിനയമൊക്കെ ഇയാൾക്ക് ഉണ്ടായിരുന്നോന്ന മട്ടില് അവൾ അവനെ അടിമുടി നോക്കി. ഉണ്ടെങ്കിൽ അവൾ മാറി ചോദ്യം പറഞ്ഞു. കണ്ടിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞു. എന്താ കാര്യം? അവൾ അവനെ ചൂഴ്ന്നു നോക്കി. അല്ല, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് വന്ന് ഇത് കുത്തിപ്പൊടിച്ചുള്ള അത്യാവശ്യം എന്താണെന്ന് ഒന്ന് അറിയണല്ലോ. സ്വിച്ച് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. മീരയുടെ കാര്യത്തിന് വേണ്ടിയാ, താന്ന് വിളിക്ക്, അത്യാവശ്യമാണ്. അവൻ ധൃതി കൂട്ടി. തന്നോടല്ലേ പറഞ്ഞത് പഴയ പ്രേമവും പൊടി തട്ടിയെടുത്ത് മീരയുടെ പിന്നാലെ പോകരുതെന്ന്? പോയിട്ട് കാര്യമൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല? അവൾ പൂച്ചത്തോടെ തിരക്കി. ഞാൻ അതിനൊന്നുമല്ല വന്നത്, കേസിന്റെ കാര്യം പറയാനാ. അത്യാവശ്യമാണ്. മീരയ്ക്ക് ഹെൽപ്ഫുൾ ആവുന്ന എവിഡൻസ് എൻ്റെ പക്കലുണ്ട്. പ്ലീസ് ഒന്ന് വിളിക്ക്. ഫോൺ ചെയ്തിട്ട് സാർ അറ്റൻഡ് ചെയ്യുന്നില്ല. അവനെ ക്ഷമ നശിക്കുന്നുണ്ടെങ്കിലും അവൻ സൗമ്യമായി സംസാരിക്കാൻ ശ്രമിച്ചു. അത് കേട്ടവൾ അവനെ സൂക്ഷിച്ചു നോക്കി. കൃതി, പ്ലീസ്. അവൻ സീരിയസ് ആണെന്ന് തോന്നിയതും അവളൊന്ന് അയഞ്ഞു. അച്ഛൻ കുളിക്കുവാണ്, കേറിരിക്ക്, ഞാൻ പറയാം എന്നും പറഞ്ഞ് അവൻ ആനയിച്ച് ഇരിക്കാനൊന്നും മെനക്കെടാതെ അച്ഛൻ്റെ റൂമിലേക്ക് അവൾ പോയി. ശ്രീ എന്ന് ഇറക്കി വിട്ടതിന്റെ ചൊരുക്ക് ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. അവൾ അങ്ങ് പോയിട്ടും ശ്രീ പുറത്തു തന്നെ നിന്നു. അവളിൽ നിന്നും ഒരു ആദിത്യ മര്യാദ കിട്ടാതെ എന്റെ ദുരഭിമാനത്തിലാവാം അവൻ രാജ് വരും വരെ പുറത്തു തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞ് വന്നത് ആരാണെന്ന് തിരിഞ്ഞു വന്ന അരുണിമ ശ്രീയെ കണ്ട് നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റി. ഈ പെണ്ണിത് ആരാ വന്നതെന്ന് നോക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ വന്ന അയാളെ പുറത്തു നിർത്തി പോയവിടെ ഓർത്ത് അരുണിമ എന്തൊക്കെയോ പെറുപിറുത്തുകൊണ്ട് പല്ല് കടിച്ചു. കൃതി സാറിനെ വിളിക്കാൻ പോയതാ. അത് കേട്ട് നിന്നവൻ അവരോട് പറഞ്ഞു. ആണോ? മോൻ ഇവിടെ ഇരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം. വിനയത്തോട് അരുണിമ പറഞ്ഞപ്പോ അവൻ അപ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും അത് വകവെക്കാതെ അരുണിമ കിച്ചണിലേക്ക് പോയി. അപ്പോഴേക്ക് രാജും മകളും വരുന്നത് കണ്ട് അവൻ എണീറ്റ് നിന്നു. എന്താ ശ്രീരാഗ്, എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു വിസിറ്റ്? അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടെ രാജ് ചോദിച്ചു. കാര്യം എന്താണെന്ന് അറിയാൻ കൃതിയും അവിടെ കുറ്റിയടിച്ചു നിന്നു. ശ്രീ ആ വീഡിയോ പ്ലേ ചെയ്ത് രാജിന് നേരെ ഫോൺ നീട്ടി. രാജ ഫോൺ വാങ്ങിയ വീഡിയോ ശ്രദ്ധയോടെ നോക്കിയിരുന്നു. വീഡിയോ കണ്ടു തീർന്നപ്പോൾ അവർ അച്ഛൻ്റെയും മകളുടെയും മുഖം തെളിഞ്ഞു. അപ്പോഴേക്കും അരുണിമ ജ്യൂസുമായി എത്തി. അവരത് നിർബന്ധിച്ച് അവന് കൊടുത്തു. ശ്രീരാഗ്, ഇത്? തെളിഞ്ഞ മുഖത്തോടെ രാജ് ചോദിച്ചു. നീരജാന്റെ അയച്ചു തന്നതാ. അവരായിട്ടുണ്ടാക്കിയ കുരുക്കുകൾ അവരായിട്ട് തന്നെ അഴിക്കാന്ന് പറഞ്ഞിട്ട്. ഇത് ആൻറ്റി ഇന്നയാളുടെ വീട്ടിൽ പോയി പകർത്തിയതാണ്. ഇത് മീരയ്ക്ക് ഹെൽപ്ഫുൾ ആകില്ല സാർ? ശ്രീ ആകാംക്ഷയോടെ രാജനെ നോക്കി. അത് ചോദിക്കാനുണ്ടോ? സ്വന്തം അച്ഛൻ തന്നെ എല്ലാം തുറന്ന് സമ്മതിക്കുമല്ലേ? ഈ വീഡിയോയിൽ ഹരി മെന്റലി ഓക്കെ ആയിരുന്നില്ല എന്ന് അവന്റെ അച്ഛൻ തന്നെ പറയാതെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ധാരാളമാണ്. താൻ ധൈര്യമായിട്ടിരിക്ക്. മീരമോൾ ഈ കേസ് പുഷ്പം പോലെ ജയിച്ചു വരും. എനിക്കിപ്പോ നല്ല ഹോപ്പുണ്ട്. രാജിന്റെ മുഖത്ത് സന്തോഷം. കൃതിക്കും അതെ. അരുണിമ ഈശ്വരനെ സ്തുതിക്കുന്നുണ്ട്. കേസിന്റെ ഡീറ്റെയിൽസ് കുറച്ചു നേരം ഡിസ്കസ് ചെയ്ത ശേഷം വീഡിയോ രാജിനെ സെൻഡ് ചെയ്തുകൊണ്ട് ശ്രീ അവിടുന്ന് ഇറങ്ങി. അപ്പൊ തന്നെ വിവരം മഹിയെ അറിയിക്കാനും രാജ് ഫോൺ കയ്യിലെടുത്തു. എന്നാൽ മഹിയുടെ നമ്പർ ആ സമയമൊക്കെ ബിസിയായിരുന്നു. സത്യങ്ങളൊക്കെ കോടതിയിൽ ഏറ്റു പറയുന്നത് പ്രതിയുടെ അച്ഛനാണെങ്കിൽ അതെന്റെ മോൾക്ക് ഉപകരിക്കും മിസ്റ്റർ ദേവൻ. അതുകൊണ്ട് നടന്നതുപോലെ കോടതിയിൽ അങ്ങ് തുറന്നു പറഞ്ഞേക്ക്. മഹിയുടെ PA സംഘടിപ്പിച്ചു കൊടുത്ത ദേവന്റെ ഫോൺ നമ്പറിലൂടെ ദേവനുമായി സംസാരിക്കുകയാണ് മഹി. നാളെയാണ് മീരയുടെ കേസിന്റെ അടുത്ത ഹിയറിംഗ്. നിരപരാധിത്വം തെളിയിക്കാൻ മാത്രം ശക്തമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിക്കാത്തതിനാൽ മീര ടെൻഷനിലാണ്. ആ ടെൻഷൻ അച്ഛനായ മഹിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഏതു നേരവും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഒരു പ്രസരിപ്പുമില്ലാതിരിക്കുന്നവൾ മഹിക്കും ഒരു വേദനയാണ്. വെറുതെ ഇരിക്കാൻ മഹിക്കാവുന്നില്ല. അച്ഛനായ താനാണ് മുന്നോട്ട് ഇറങ്ങേണ്ടത്. ഇങ്ങനെ മുറിയിൽ കയറി ഇരുന്നിട്ട് ഒന്നും നേടാനില്ല. അങ്ങനെ ചിന്തിച്ചു വന്നപ്പോഴാണ് ദേവന്റെ നമ്പർ സംഘടിപ്പിച്ച് അയാൾ മഹിയെ വിളിക്കുന്നത്.
നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെ എനിക്കും ഒരാളേ ഉള്ളൂ, ആകെയുള്ള മകൻ. ഈ ജീവിതത്തിൽ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് അവനാ. ഇനി എനിക്ക് അധികം ആയുസ്സൊന്നുമില്ല. അവസാന കാലത്ത് അവൻ്റെ ഒപ്പം ജീവിക്കണമെന്ന് ഏതൊരു അച്ഛനെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്ന മകനെ കണ്ടിട്ട് എനിക്ക് സ്വസ്ഥമായി കണ്ണടക്കാൻ പോലും കഴിയില്ല മഹാദേവ. ദേവൻ തന്റെ നിസ്സഹായത തുറന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മരണശേഷം തന്നെ വായിക്കിടാൻ അവൻ ജീവനോട് ഉണ്ടാവില്ലടോ. മഹിയുടെ ഭീഷണിയിൽ ദേവൻ ഞെട്ടിപ്പോയി. ജീവിച്ചിരിക്കുമ്പോൾ മകന്റെ ചിതക്ക് കൊള്ളി വെക്കേണ്ടി വരും തനിക്ക്, അത് വേണോ? മഹിയുടെ സ്വരത്തിൽ ക്രൂരത നിറഞ്ഞു. മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആ അച്ഛന് മുന്നിൽ ദേവൻ പതറിപ്പോയി. മഹാദേവ, അയാൾ പരിഭ്രമത്തോടെ വിളിച്ചു പോയി. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്റെ മോളോട് ഇത്രയും നെറുകേട് കാണിച്ചിട്ടും അവൻ ഇപ്പോഴും ജീവനോട് വിട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ തനിക്ക്? അവനും അവന്റെ അമ്മായിയമ്മയും അവരുടെ ഭർത്താവും കൂടി വല്ലാത്തൊരു കുരുക്കിൽപ്പെടുത്തി കളഞ്ഞ എന്റെ മോളെ. എന്റെ മകളിനി ആ കുരുക്കിന്ന് ഊരി പോരണമെങ്കിൽ തന്റെ മകൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് അകത്ത് പോകണം. എതിർഭാഗത്തെന്റെ മോളായിപ്പോയി. അല്ലെങ്കിൽ തന്റെ മോനെ ഞാൻ അന്ന് തന്നെ ഈ കേസിൽ ഊരിയെടുത്ത് പട്ടിയെ കൊല്ലും പോലെ വെട്ടിക്കൊന്നേനെ. മാഹി കോപം കൊണ്ട് വിറച്ചു. ദേവന് ഭയം തോന്നി. തന്നേക്കാൾ പ്രബലനാണ് മഹാദേവൻ. മീര മഹാദേവന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. താനൊന്ന് ഓർത്തു വെച്ചോ, എന്റെ മോളെ ഭ്രാന്തിയാക്കി തന്റെ മോൻ പുറത്തു വന്ന ഈ ഭൂമിക്കൊരു ഭാരമായി പിന്നെ അവൻ ഉണ്ടാവില്ല. ഇനിയുള്ള കാലമെങ്കിലും അവന്റെ ശല്യമില്ലാതെ എന്റെ മകൾ സ്വസ്ഥമായി ജീവിക്കുമെന്ന സമാധാനത്തിൽ അവനെയും കൊണ്ട് ഞാൻ അന്തസ്സായി ജയിലിൽ പോയി കിടക്കും. മഹി പറയുന്നത് കേട്ട് അയാളുടെ ശരീരം വിറച്ചു. മഹാദേവനെ ചേർത്ത് നിൽക്കാനുള്ള ശക്തി തനിക്കില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദേവൻ വലഞ്ഞു പോയി. ഒന്നോർത്തു വെച്ചോ, തന്റെ മകൻ കേസ് ജയിച്ച് പുറത്തിറങ്ങിയ അന്നവന്റെ മരണം ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്. അത്രയും പറഞ്ഞ് മഹാദേവൻ ആ ഫോൺ കോൾ അവസാനിപ്പിച്ചു. അച്ഛാ, ദേ രാജങ്ങള് വിളിക്കുന്നു, അച്ഛനെന്താ വിളിച്ചിട്ട് എടുക്കാഞ്ഞേ എന്ന് ചോദിച്ച് തന്റെ ഫോണുമായി മീര വാതിലിൽ തുറന്ന് അകത്തേക്ക് വന്നു. മറ്റൊരു കോളിലായതെന്ന് മാത്രം പറഞ്ഞ് മഹി മീരയുടെ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്ത് വെച്ചു. എന്താടാ? മറുപുറത്ത് നിന്ന് രാജ പറയുന്ന കാര്യം കേട്ട് മഹിയുടെ മുഖം തെളിഞ്ഞു. മിക്കവാറും ആ വീഡിയോയുടെ ആവശ്യമൊന്നും വേണ്ടി വരില്ലടാ. വീഡിയോ വന്ന വഴിയൊക്കെ വിസ്തരിക്കുന്ന രാജനോടായി മഹി പറഞ്ഞു. ദേവൻ തന്നെ കോടതിയിൽ തുറന്ന് സമ്മതിച്ചാൽ പിന്നെ ആ വീഡിയോക്ക് അവിടെ പ്രസക്തിയില്ലല്ലോ എന്നയാൾ ചിന്തിച്ചു. എന്നാലും ഞാൻ ആ വീഡിയോ വക്കീലിന് സെൻഡ് ചെയ്തിട്ടുണ്ട്, നിനക്കും അയച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് രാജ് കോൾ വെച്ചിട്ട് പോയപ്പോൾ മഹി രാജ അയച്ച വീഡിയോ എടുത്തു നോക്കി. വീഡിയോ മുഴുവൻ അയാൾ ശ്രദ്ധയോടെ കണ്ടു. മീരക്ക് ഒരിക്കൽ കേട്ട കഥയായതുകൊണ്ട് ഞെട്ടലൊന്നും തോന്നിയില്ല. ഹരിയുടെ അച്ഛൻ എന്ന കാരണം ഒഴിച്ചു നിർത്തിയാലും മഹിക്ക് ദേവനോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മീരയോടെ നന്നായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. അവൾക്ക് ദ്രോഹങ്ങളൊന്നും ചെയ്തിട്ടില്ല താനും. അതുകൊണ്ട് അയാളോട് മഹിക്ക് ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ വീഡിയോ കണ്ടതോടുകൂടി മഹിയുടെ മനോഭാവം തന്നെ മാറി. നീലിമ എന്ന സ്ത്രീയുടെ സ്ഥാനത്ത് മഹി പോലും അറിയാതെ മനസ്സ് മീരയെ സങ്കല്പിച്ചു നോക്കി. ഈ നിമിഷം വരെ ദേവനോട് തോന്നാതിരുന്ന അമർഷവും ദേഷ്യവും ആ നിമിഷം തൊട്ട് മഹിക്ക് തോന്നി തുടങ്ങി. മോള് ധൈര്യമായിട്ടിരിക്ക്, നാളത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. മഹി അവളെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവൾ അച്ഛനെ നോക്കി കണ്ണു ചിമ്മി കാണിക്കുകയല്ലാതെ ഒന്നും മിണ്ടിയില്ല. ധ്രുവൻ പുറത്തേക്ക് പോയ തക്കം നോക്കി അവന്റെ മുറിയിലേക്ക് മധുർ കള്ളിയെ പോലെ പതുങ്ങിക്കയറി. തല മാത്രം പുറത്തേക്കിട്ട് മുറിക്ക് പരിസരത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി മധു വാതിലടച്ച് ലോക്ക് ചെയ്തു. കീ അവിടെ ഉണ്ടാവുമോ എന്നൊരു ആശങ്കയോടെയാണ് മധു മുറിയിലേക്ക് വന്നതെങ്കിലും കീ ഹോളിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് മധുവിന്റെ മുഖം വിടർന്നു. എന്തോ മീരയെ മധുവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവൾ ഒഴിവാക്കുക എന്നതാണ് മധുവിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ധ്രുവ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തെളിവ് അത് നശിപ്പിച്ച് കളയുക, അത് മാത്രമാണിപ്പോൾ അവരുടെ മനസ്സിൽ. ഗൂഢമായ ആനന്ദത്തോടെ വേഗം കീ പിടിച്ച് തിരിച്ചു. അവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ആ തെളിവ് പോയിട്ട് ഒരു പേപ്പർ കഷ്ണം പോലും മധുവിന് അവിടുന്ന് കിട്ടിയില്ല. മധു അവന്റെ ബെഡിന് താഴെ റൂമിലെ ടേബിളിന് മുകളിലുള്ള ഫയലൊക്കെ കുടഞ്ഞു പരിശോധിച്ചു. പ്രതീക്ഷിച്ചത് പോലും കിട്ടാതെ വന്നപ്പോൾ അവരുടെ മുഖം വീർത്തു. ധ്രുവൻ ബുദ്ധിമാനാണ്. തൻ്റെ നീക്കം നേരത്തെ കണക്ക് കൂട്ടിയിരുന്നവൻ താനെത്തും മുന്നേ രേഖകളൊക്കെ മറ്റെങ്ങോട്ടോ മാറ്റിയിരിക്കുന്നു. കേൾക്കാത്ത മറ്റേ തിരികെ പോയിരുന്നുവെങ്കിൽ ഇന്ന് ആ തെളിവുകൾ തൻ്റെ കയ്യിലിരിക്കുമായിരുന്നെന്ന് അവർ ഓർത്തു. ധ്രുവനോട് അങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നില്ലെന്ന് ഓർത്ത് തെളിവ് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ മധു മുറിവിട്ടിറങ്ങി. മധുവിന് അന്നേരം കടുത്ത നിരാശ തോന്നി. മുറിയിൽ ചടഞ്ഞിരുന്ന് മടുത്തു തുടങ്ങിയപ്പോൾ ദിവസങ്ങളായി ഓഫാക്കി വെച്ചിരുന്ന ഫോൺ നില സ്വിച്ച് ഓൺ ചെയ്തു വെച്ചു. നരേന്ദ്രൻ്റെ ശല്യം സഹിക്കവയ്യാതെയാണ് അവളത് ഓഫാക്കി വെച്ചത്. കോളുകളൊന്നും വരില്ല എന്ന ആശ്വാസത്തിൽ
അവൾ ഫോണെടുത്ത് റീൽസ് നോക്കിയിരുന്നു. അങ്ങനെ സമയം മുന്നോട്ട് പോയി. ഇപ്പോൾ അവളുടെ വയ്യായികളൊക്കെ കൂടി വരുന്നത് കൊണ്ട് ലക്ഷ്മിയമ്മ കുറച്ചൊന്ന് അയഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കി മുറിയിലെത്തിച്ച് കൊടുക്കുന്നത് ലക്ഷ്മിയമ്മയാണ്. കൂടുതൽ സ്നേഹത്തിനൊന്നും നിൽക്കില്ലെങ്കിലും അവളുടെ വയ്യായ്യം മനസ്സിലാക്കി അവർ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് മൊബൈലിൽ നോക്കി കിടക്കുമ്പോഴാണ് പരിചിതമല്ലാത്ത നമ്പറിൽ നിന്നും കോള് വരുന്നത്. അച്ഛനാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. തുടരെ കോള് വന്നതും ആദ്യം ബ്ലോക്ക് ചെയ്യാൻ ഒരുങ്ങിയവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. എത്രയെന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയ്യാം? എത്ര കാലം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും? ഇതിനൊരു അവസാനം വേണ്ടേ? അച്ഛൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ചോ? അവൾ കോൾ അറ്റൻഡായ ഉടനെ തന്നെ അയാളോട് ചേർന്നു. ഞാൻ എന്ത് ചെയ്തെന്നാ? നീയല്ലേ ഇപ്പം എൻ്റെ ജീവിതം വെച്ച് കളിക്കുന്നത്? നരേന്ദ്രൻ്റെ ശബ്ദം മുറുകി. നാളുകളായി ഊണും ഉറക്കവുമില്ലാതെ അമ്മയെയും മകളെയും തനിക്ക് വിശ്വാസമുള്ള പലരെയും മാറി മാറി വിളിക്കുകയായിരുന്നു നരേന്ദ്രൻ. ഇതിനിടയിൽ പോലീസിന്റെ കണ്ണുപിടിക്കാനുള്ള പെടാപ്പാട് കയറി. രവിയും കൂടെ കൈയൊഴിഞ്ഞതോടെ നരേന്ദ്രൻ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. ഞാൻ എന്ത് കളിച്ചെന്ന് അച്ഛൻ ഈ പറയുന്നേ? അവൾക്ക് കാലി കയറി. എത്ര നാളായെന്ന് അറിയൂ നിനക്ക്? ഊണോ ഉറക്കില്ലാതെ നിങ്ങൾ അമ്മയും മോളെയും ഞാൻ മാറി മാറി വിളിക്കുന്നു. ഒരു വീഴ്ച വന്നപ്പോ കൈ കഴുകി ഒറ്റയ്ക്ക് രക്ഷപ്പെടുവാണോ നിങ്ങൾ? നരേന്ദ്രന്റെ സ്വരം വിട്ടത്. ആ വീഴ്ച അച്ഛനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ? അവൾ ചുണ്ടുകൂട്ടി. നരേന്ദ്രന് ദേഷ്യം വന്നു. നന്ദികേട് പറയരുത് നിളെ. നിനക്ക് വേണ്ടിയല്ലടി ഞാൻ